പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. പുറമേയുള്ള നമ്മുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ, ഭക്തി, വിശുദ്ധി എല്ലാറ്റിനേക്കാളും ഉപരി നമ്മുടെ രഹസ്യ ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഹല്ലേലൂയ, കഷ്ടനഷ്ടങ്ങൾ, പ്രൈസ് ദി ലോർഡ്, എല്ലാറ്റിനും നടുവിൽ നാം എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്, നാം എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് എന്നറിയുന്ന നമ്മുടെ പിതാവ് നിശ്ചയമായി നമുക്കതിൻ്റെതായ പ്രതിഫലങ്ങളെ ഈ ഭൂമിയിലും നൽകും. അതിലുപരിയായി സ്വർഗരാജ്യത്തിൽ നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വചനങ്ങൾ. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തെസ്സലോനിക്യ സഭയെക്കുറിച്ച് നാം വായിക്കുന്നു. അവർ ഒത്തിരി ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സഭയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സഭ ആരംഭിച്ച സമയം മുതൽ തന്നെ പല ഉപദ്രവങ്ങൾ, പല പ്രതിസന്ധികൾ, പല പ്രശ്നങ്ങൾ ആ സഭയ്ക്ക് വിരോധമായി കടന്നു വന്നു. എന്നാലും ആ ഉപദ്രവങ്ങളുടെ നടുവിലും വചനം പ്രമാണിച്ച് കഷ്ടം സഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലനിന്ന് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നൊരു സഭയായിരുന്നു തെസ്സലോനിക്യ സഭ. ആ തെസ്സലോനിക്യ സഭയിലുള്ളവരുടെ 3 പ്രത്യേകതകൾ നാം ഇവിടെ വായിക്കുന്നു. ഒന്ന്, അവരുടെ വിശ്വാസത്തിൻ്റെ വേല. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹ പ്രയത്നവും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 1 Thessalonians chapter 1 verse 2. We always thank God for all of you and continually mention you in our prayers. We remember before our God and Father your work produced by faith, your labor prompted by love, and your endurance inspired by hope in our Lord Jesus Christ. ഒന്ന്, അവരുടെ വർക്ക്. പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്ത വേല, എന്ത് വേലകൾ അവർ ചെയ്തത്? വിശ്വാസത്തിൻ്റെ വേല. പ്രൈസ് ദി ലോർഡ്. അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച നാൾ മുതൽ അവർ പല കാര്യങ്ങൾ അവർ ചെയ്തു. അതിൻ്റെ ഒരു തെളിവാണ് അതേ 1-ാം അധ്യായം തന്നെ 10-ാം വചനത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. സ്തോത്രം. ഇതവർ വിശ്വസിച്ചപ്പോൾ, യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതുപോലെ അവർ അറിഞ്ഞ വിശ്വാസത്തിന് വിരുദ്ധമായി വിപരീതമായിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അവർ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അധികമായി കൂടുതലായി അടുത്തു. ആ വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ അവരെടുത്ത് വെച്ചു. പ്രൈസ് ദി ലോർഡ്. 2, അവരുടെ സ്നേഹപ്രയത്നവും. ലേബർ പ്രോംപ്റ്റഡ് ബൈ ലവ്. ഒന്ന്, യേശു ക്രിസ്തുവിലുള്ള അവരുടെ സ്നേഹം. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ സഭയെ നോക്കിക്കട്ടെ, അതിൻ്റെ 6-ാം വചനം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ വായിക്കുന്നു. You became imitators of us and of the Lord, for you welcomed the message in the midst of severe suffering with the joy given by the Holy Spirit.
സിവിയർ സഫറിങ്. അമ്മ സാധാരണ നോർമൽ സഫറിങ് അല്ല, സിവിയർ സഫറിങ്, ബഹുകഷ്ടം. മലയാളത്തിൽ ഒരു കഷ്ടമല്ല, ബഹുകഷ്ടം, ബഹുവിധമായ കഷ്ടങ്ങൾ, പലവിധമായ കഷ്ടങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടും അതും സഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ട്, അത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രയത്നമല്ലേ, യേശുവിനോടുള്ളവരുടെ സ്നേഹമല്ലേ അത്. അവൻ അതുപോലെ തന്നെ അവർ മറ്റുള്ളവരോടും അവരുടെ സ്നേഹം വെളിപ്പെടുത്തുന്നവരായിരുന്നു. 3, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ നാം വായിക്കുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, യുവർ എൻഡ്യൂറൻസ് ഇൻസ്പയർഡ് ബൈ ദ ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യാശ? 10-ാം വചനം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു അവരുടെ പ്രത്യാശ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. For what is our hope, our joy, or the crown in which we will, amen, stotram, we will glory in the presence of our Lord Jesus Christ when he comes. Hallelujah. Amen. സ്തോത്രം. യേശുവിൻ്റെ വരവിങ്കലുള്ളൊരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ 10-ാം വചനം. പ്രൈസ് ദി ലോർഡ്. സോറി. Amen. And to wait for his son from heaven, whom he raised from the dead. Hallelujah. അവർ വെയിറ്റ് ചെയ്യുക മനുഷ്യപുത്രൻ്റെ വരവിന് വേണ്ടി. അവൻ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുക. അവൻ ഈ ബഹുകഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും, ഈ പ്രയാസത്തിലൂടെ, ഉപദ്രവങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടും അവരുടെ അവൻ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്ക് യാതൊരു ഭംഗവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ആ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരുന്നു. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ആ കാര്യമാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകമോഹങ്ങളിലും ആമേൻ സ്തോത്രം, ആമേൻ, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാലും ഭാരങ്ങളാലും അവൻ കുഴങ്ങിയിട്ട്, ഹല്ലേലൂയ, വരവിൻ്റെ പ്രത്യാശ നാം നഷ്ടപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പിനെന്ന് യേശു കർത്താവ് നമ്മോട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സഭ നമുക്കൊരു മാതൃകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ എത്രമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും ആ വരവിൻ്റെ പ്രത്യാശയിൽ അവർ മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആമേൻ, നമുക്കും ആമേൻ ഇതുപോലെ തന്നെ ഈ 3 ഗുണങ്ങളും നമ്മിലും വെളിപ്പെടട്ടെ. വിശ്വാസത്തിൻ്റെ വേല, നാം വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, ആമേൻ സ്തോത്രം സ്തോത്രം, അവൻ എങ്ങനെ ജീവിച്ചു, ഹല്ലേലൂയ, എങ്ങനെ പ്രവൃത്തി ചെയ്തു, അതുപോലെ നമുക്കും വിശ്വാസത്തോടെ, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം നടക്കുന്നത്. വിശ്വാസത്തിൻ്റെ വേലകൾ ചെയ്യാം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാം, വിശ്വാസത്തോടെ ഓരോ ചുവടുകളും മുന്നോട്ടെടുത്ത് വയ്ക്കാം. 2, സ്നേഹത്തിൻ്റെ പ്രയത്നം. ഹല്ലേലൂയ. എന്ത് തന്നെ വന്നാലും ആമേൻ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കഷ്ടമോ നഷ്ടമോ ഉദരമോ സങ്കടമോ പട്ടിണിയോ ദാരിദ്ര്യമോ നഗ്നതയോ ഉയർച്ചയോ താഴ്ചയോ, ആമേൻ, എന്ത് തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. എങ്ങനെയാ യേശു കർത്താവിനുള്ള സ്നേഹം ആമേൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയുന്നത്? ഏത് കഷ്ടത്തിലും വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം പ്രമാണിക്കുക. എത്ര ആമേൻ മാനുഷിക പോരാട്ടങ്ങൾ പലപ്പോഴും നാം സഹിക്കുന്നവരാണെങ്കിലും ഉടനെ തന്നെ ലേഖനങ്ങളെടുത്ത് വായിക്കുക. ലേഖനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ആമേൻ സ്തോത്രം. വചനം നാം കൈക്കൊള്ളുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ നാം ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ആമേൻ. മാത്രമല്ല, എന്ത് പ്രതിസന്ധി വന്നാലും നമ്മെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ആമേൻ, വേദനയില്ലാത്ത, ആമേൻ സ്തോത്രം, ഞെരുക്കങ്ങളില്ലാത്ത നാട്ടിൽ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്നു. അതുകൊണ്ട് വരവിൻ്റെ പ്രത്യാശയുള്ളവരായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ലോകത്തെ ജയിച്ച യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ തെസ്സലോനിക്ക സഭയെപ്പോലെ കർത്താവ്, നാളുകൾ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ വേലകൾ ചെയ്ത്, സ്നേഹത്തിൻ്റെ പ്രയത്നം ചെയ്ത് കർത്താവെ, അപ്പോൾ അങ്ങയുടെ കർത്താവ് വരവിൻ്റെ പ്രത്യാശ, ക്രിസ്തുവിനുള്ള പ്രത്യാശയോടെ സ്ഥിരതയോടെ കാണപ്പെടുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ സമർപ്പിക്കുന്നു നാഥനെ കർത്താവെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ വലിയൊരു ആത്മീയ വളർച്ച അങ്ങ് ആഗ്രഹിക്കുന്ന, അങ്ങയ്ക്ക് പ്രസാദമായ ഒരു ജീവിതം ഞങ്ങൾ നയിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.